ഹായ് ഹലോ എന്തെല്ലാം എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇതൊരു ചെറിയ കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ടോ വന്നിട്ടുള്ളത്. വൈകുന്നേരം ചിക്കൻ പക്കവട ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഉച്ചക്ക് ചിക്കൻ കറി വെച്ചിരുന്നു, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചിക്കനൊക്കെ എടുത്തിട്ട് അപ്പോൾ ചിക്കൻ പക്കവടയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എനിക്ക് കൈ കൊണ്ടാട്ടോ എളുപ്പം, കട്ടിംഗ് ബോർഡൊന്നും ഞാൻ എടുക്കലില്ല കേട്ടോ. പിന്നെ അതിലേക്ക് ഉപ്പിട്ട് കാണ്ട് നല്ലോണം കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഈ ഉപ്പിട്ട് കാണ്ട് ആദ്യം തന്നെ ഇത് കുഴച്ചെടുത്താൽ, ഉള്ളി കുഴച്ചെടുത്താൽ നല്ല സോഫ്റ്റിൽ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഉള്ളിയൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് മൈദപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു കപ്പ് മൈദ കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ മൈദപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലും കുറവാണ് കേട്ടോ കടലപ്പൊടി എടുത്തിട്ടുള്ളത്. കടലപ്പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലോട്ട് വേണ്ടത് വേവിച്ചെടുത്ത ചിക്കനില്ലേ, മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ കേട്ടോ, അത് ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇഞ്ചിയും പച്ചമുളകും ചേർത്തിട്ടില്ല കേട്ടോ. കുട്ടികൾ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത് ഇടരുത്. കാരണം ഞങ്ങൾക്കിപ്പോൾ അത് ശീലമായിട്ടോ, ഒലിക്ക് എരിവില്ലാത്തതുകൊണ്ട്, എരിവ് പറ്റാത്തതുകൊണ്ട് ഞങ്ങളും ഇടലില്ല കേട്ടോ. ചിക്കൻ മസാലയും മല്ലിയിലും വേപ്പിൻ്റെ ഇല ഇട്ട് കണ്ട് ഇനി വെള്ളം ഒഴിച്ച് കണ്ട് മിക്സ് ആക്കട്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ ഒന്നായിട്ട് ഒഴിച്ചെടുക്കണ്ട കേട്ടോ, കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സാക്കി നോക്കിയാൽ മതി കേട്ടോ. നമുക്കറിയാലോ, അങ്ങനെ കുഴക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ. അപ്പോൾ കൈകൊണ്ട് നന്നായി മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ വേണമെങ്കിൽ ചേർക്കുക കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങനെ അത് ഇഷ്ടമില്ല, അപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാക്കുമ്പോൾ അത് ചേർക്കരുതെന്ന്. അപ്പോൾ ഇങ്ങനെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് അങ്ങനെ ഓരോന്നും ഇങ്ങനെ ഇട്ടെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മൾ സാധാ പൊക്കവട ഉണ്ടാക്കണ പോലെ തന്നെ ചിക്കൻ കൂട്ടിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ വേറൊരു ടേസ്റ്റ് കേട്ടോ ചിക്കൻ കൂട്ടി ഉണ്ടാക്കുമ്പോൾ. അങ്ങനെ ചിക്കൻ പൊക്കവടയൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം കേട്ടോ. ഇങ്ങനെ ചിക്കൻ പക്കവട റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ ഇങ്ങനെ ചിക്കൻ പക്കവട ഉണ്ടാക്കി വെക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുക കേട്ടോ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോൾ ചൂടോടുക്കനെ കഴിക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്, ചൂടോടുക്കനെ കഴിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ചിക്കൻ പക്കവട റെഡി ആയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചട്ടിയിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ചിക്കൻ പക്കവട എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, സപ്പോർട്ട് ചെയ്യുക, നല്ല കമൻറ്റൊക്കെ ഇടുക. അപ്പോൾ ഇനിയും നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരണ്ട് ഇൻഷാ അല്ലാ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.